കൂട്ടുകാരെല്ലാവരും പോയെങ്കിലും ഇരുട്ട് വീണ് തുടങ്ങിയ ആ വൈകുന്നേരം അവൻ കുറച്ചധികം നേരം കളിച്ചുകൊണ്ട് അവിടെ നിന്നു. അവനെ തിരക്കി വന്ന അവൻ്റെ അമ്മയ്ക്ക് കിട്ടിയത് അവൻ്റെ ഓലപ്പന്ത് മാത്രമായിരുന്നു. നാട്ടുകാരുമൊത്ത് അന്ന് കാട്ടിനുള്ളിലേക്ക് തിരച്ചിൽ തുടങ്ങി. ആ തിരച്ചിൽ പിറ്റേന്ന് രാവിലെ വരെ നീണ്ടു. പക്ഷേ കുട്ടിയെ തിരികെ കിട്ടിയില്ല. പ്രതീക്ഷ കൈവിടാതെ അവർ തുടർന്നും തിരച്ചിൽ നടത്തി. എങ്കിലും ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും പ്രതീക്ഷ അവശേഷിച്ചത് ആ അമ്മയ്ക്ക് മാത്രമായിരുന്നു. അവൾ ഒറ്റയ്ക്ക് തൻ്റെ കുഞ്ഞിന് വേണ്ടി തിരച്ചിൽ തുടർന്നുകൊണ്ടിരുന്നു. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ മോനെ കിട്ടി എന്ന വിളി കേട്ട് നാട്ടുകാർ ഓടിക്കൂടി. നാട്ടുകാരിൽ ഒരാളുടെ കുഞ്ഞിനെ എടുത്തു വെച്ച് താലോലിക്കുന്ന അവളെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി അവൾ കൈവിട്ടു പോയെന്ന്. അവളെ ചങ്ങലക്കിട്ടു. എന്നാൽ എങ്ങനെയോ അവൾ ചങ്ങല പൊട്ടിച്ച് അടുത്തുള്ള കൊക്കയിലെ ഏതോ ഗുഹയിൽ പോയി ഒളിച്ചു. മകൻ്റെ ഓർമ്മകൾ സഹിക്കാൻ വയ്യാതെയാകുമ്പോൾ അവൾ അവനെ വീണ്ടും തേടിയിറങ്ങും. വഴിയിൽ ഏതെങ്കിലും കുഞ്ഞിനെ കാണുമ്പോൾ അവൾ സന്തോഷത്തോടെ ആ കുഞ്ഞിനെയും എടുത്ത് തിരികെ ഗുഹയിലേക്ക് നടക്കും. പോകുന്ന വഴി കുഞ്ഞ് അമ്മാന്ന് വിളിക്കുമ്പോൾ അവൾ നടത്തം നിർത്തി പതുക്കെ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കും. അതോടെ അവൾ സ്വപ്നത്തിൽ നിന്നുണരും. മാറിപ്പോയ കുഞ്ഞിനെ യാതൊരു ഉപദ്രവവും ചെയ്യാതെ അവൾ തിരികെ നിലത്ത് വെച്ചിട്ട് അവളുടെ കുഞ്ഞിനായുള്ള അന്വേഷണം തുടരും. പക്ഷേ വഴിയറിയാത്ത കുട്ടികൾ തിരികെ അവരുടെ വീടുകളിലെത്തിയില്ല. വഴിതെറ്റിയ മനസ്സും വഴിതെറ്റിയ കുട്ടികളും. ആ കാലത്ത് ഒരു ഭീകരാന്തരീക്ഷം പടർന്നു. ആരോ ആ ഭീകരതയ്ക്ക് ഒരു പേര് നൽകി: കോക്കാച്ചി. കൊക്കയിൽ നിന്ന് വന്ന അച്ചിയിൽ നിന്നായിരിക്കാം കോക്കാച്ചി എന്ന പേര് വന്നതെന്ന് കരുതപ്പെടുന്നു. ദൂരെ എങ്ങാനും ചങ്ങല ശബ്ദം കേട്ടാൽ അമ്മമാർ കുഞ്ഞുങ്ങളെയും എടുത്ത് കോക്കാച്ചി വരുന്നതെന്ന് മറ്റുള്ളവരെ അറിയിച്ചുകൊണ്ട് വീടുകളിൽ കയറി കഥകളിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. എന്നാൽ പിന്നെ എപ്പോഴോ തൊട്ട് കോക്കാച്ചി ആരും കണ്ടില്ല. താനേ ചത്തതാണോ അതോ അവളുടെ ശല്യം സഹിക്കാൻ വയ്യാതെ ആരെങ്കിലും കൊന്നതാണോ എന്നും അറിയില്ല. എങ്കിലും കാലം ഇത്രയും കഴിഞ്ഞിട്ടും കോക്കാച്ചി പിടിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞ് ഇന്ന് ഏതെങ്കിലും അമ്മമാർ കുട്ടികളെ പേടിപ്പിക്കുന്നത് കേൾക്കുമ്പോൾ ഈ കഥ ഓർമ്മ വരും. സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ട് ജീവിതം നരകിച്ചു തീർത്ത ഒരമ്മയുടെ കഥ.